ആഷിഖിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആഷിഖ് പറയും. ഹലോ സന്തോഷേട്ടാ, കേൾക്കുമല്ലോ? കേൾക്കാം. ഞാന് കുറെ കാലം മുമ്പ് ചോദിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അതൊരു പ്രൈവസി ആണോ അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ കിടക്കണ്ടായിരുന്നു. അപ്പൊ എന്നാലും ചോദിക്കാം. സന്തോഷിട്ട് ഇപ്പോ ഈ മേഖല തുടങ്ങുന്ന കാലത്ത് ഇപ്പോഴും ഈ DP കോളേജിന്റെ കീഴിൽ നിൽക്കുന്ന ഈ പ്രകൃതി തത്വശാസ്ത്ര ദർശനം, ആ ആശയത്തിന്റെ ജീവിതശൈലി വിശ്വാസവും ഒക്കെ ഒരുമിച്ച് അങ്ങനെ തന്നെയാണോ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ എന്റെ റിലീജിയൻ നിന്നുകൊണ്ട് ഇത് പഠിക്കുകയാണ് എന്ന രീതിയിൽ രണ്ട് തലമായിട്ടാണ് പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ എന്താ ചോദിച്ചെന്നുള്ളത്? കൃത്യമായിട്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ വേറൊരു രൂപത്തിൽ പറഞ്ഞു നോക്കൂ. അതായത് ഇപ്പൊ ഞാന് എന്റെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ വെച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും ഒപ്പം സഞ്ചരിക്കുന്നതും ആ മേഖലയെ കുറിച്ച് അറിയാനും ഒക്കെ പഠിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണോ ഇത്? ഇപ്പൊ സന്തോഷമാണെങ്കിൽ ഇത് കുറെ കാലം പഠിപ്പിക്കുകയും ചെയ്യുന്നു, അത് കൊണ്ടുനടക്കുന്ന രീതി തന്നെയാണോ എന്നുള്ളതാ? ഓക്കെ. ഞാനിത് എനിക്ക് വെളിയിൽ നിന്നുള്ള സ്വാധീനങ്ങൾ, അതായത് മതത്തിന്റെ സ്വാധീനം, പ്രത്യയശാസ്ത്രങ്ങളുടെ സ്വാധീനം എന്നുള്ളത് താരതമ്യേന കുറവായിരുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കമ്മ്യൂണിസത്തിന്റെയും മറ്റേ ശാസ്ത്രത്തിന്റെയും ശാസ്ത്ര പരിഷത്തിന്റെ ഒക്കെ വഴിയാണത്. എന്റെ ഉള്ളില് ആ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. മതത്തിന്റെ സ്വാധീനം വളരെ കുറവായിരുന്നു. അപ്പോ സ്വന്തം ഒരു അന്വേഷണത്തിന്റെ ഒരു വഴിക്കുള്ള മാർഗമാണ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. 2.5 വയസ്സിലാണ് വായന തുടങ്ങുന്നത്. വായിച്ചപ്പോ എനിക്ക് ഇങ്ങനെ പുതിയ ഒരുപാട് ഡേറ്റ കിട്ടാൻ തുടങ്ങി. വായിക്കുന്നതനുസരിച്ച് പുതിയ സംശയങ്ങൾ വരും. സംശയങ്ങൾ പിന്നെ കൂടുതൽ ചോദിക്കും. അപ്പൊ ചോദിക്കാൻ അവൈലബിൾ ആകുന്നത് അച്ഛൻ, അമ്മ, പിന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഇവിടെ പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുമ്പോൾ അവരോട് ചോദിക്കും. കുറച്ച് കഴിയുമ്പോ ഈ ചോദിക്കുന്നതിന് ഒരു അളവുണ്ടല്ലോ, അളവിന്റെ അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് പ്രായം കൊണ്ട് മനസ്സിലായപ്പോ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി. അപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുപ്പം തോന്നുന്ന ആളുകൾ ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് അവരോട് ചോദിക്കും. അങ്ങനെയായിരുന്നു എന്റെ അന്വേഷണങ്ങൾ പോയത്. അങ്ങനെ പൊറുതിമുട്ടിയപ്പോഴാണ് അവരെന്നെ മണിയേട്ടന്റെ അടുത്ത് എത്തിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ, 16 കഴിഞ്ഞ് 17 എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് മണിയേട്ടന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ചോദ്യങ്ങൾ നീ വെളിയിലേക്ക് ചോദിക്കേണ്ടതല്ല, പുസ്തകം വായിച്ചുണ്ടാക്കുന്ന അറിവും വെച്ചിട്ട് നീ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതല്ല, നീ നിന്നോടാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യം അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തു. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാനൊരു 19 വയസ്സ് ഒക്കെ ആവുന്ന വരേക്കും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു വായന നിർത്താനായിട്ട്. വായന നിർത്തിയതിന് ശേഷം ആണ്, അതായത് വെളിയിൽ നിന്നുമുള്ള ഡേറ്റ ഉള്ളിലേക്ക് എടുക്കുന്നത് നിർത്തിയതിന് ശേഷമാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരുന്നത്. അപ്പൊ അതുവരെയും ഈ വെളിയിലുള്ള ഡേറ്റയുടെ സ്വാധീനം, അതായത് നിങ്ങൾക്ക് മതത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന് പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ സ്വാധീനം നല്ലപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പൊ നാടകം, സംഗീതം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ കൂടെ സ്വാധീനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മാർക്സിസം എന്നുള്ളതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ എന്നെ ബാക്ക് ബോൺ ആയിട്ട് എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ 8-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, ഞാനൊരു ജീവിയെ, എന്റെ അശ്രദ്ധ മൂലം ഒരു കോഴിക്കുഞ്ഞ് മരിക്കേണ്ടി വരികയും അതെന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ജീവികളെ ഇനി ഉപദ്രവിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ഞാൻ വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറുകയും അതിനെ കളിയാക്കിയ എന്റെ അച്ഛനോട് പ്രതികരിച്ചുകൊണ്ട് വെജിറ്റേഷൻ എന്നുള്ള സംഭവത്തെ പോലും ഞാൻ ഫ്രൂട്ട്സും മറ്റേ ധാന്യങ്ങളും മാത്രം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ പതുക്കെ ധാന്യങ്ങളും നിർത്തി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന അങ്ങനെ ഒരു യാത്ര കൂടെ ഉണ്ടായിരുന്നു. അഹിംസയുടെ വഴിയിലൂടെ കടുത്ത യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റബേൺ ആയിട്ടുള്ള ഒരു യാത്ര അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ ഉള്ളിൽ ഈ തിരിച്ചറിവുകൾ ഉണ്ടാക്കി തരാൻ കാരണമായിട്ടുണ്ട്. അപ്പോ എന്റെ അറിവുകളിലും എന്റെ ബോധ്യങ്ങളിലും എന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ 19 വയസ്സ് വരെയുള്ള യാത്ര നടത്തിയത്. വായനയൊക്കെ ഉണ്ടെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിലും, അതായത് ബേസിക്കലി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന വിശ്വാസം എനിക്കുണ്ട്. ബേസിക്കലി ഞാൻ ഒരു ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരാളാണ് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. പിന്നെ ഞാൻ ഈ ആധ്യാത്മികത എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അങ്ങനെയല്ല, ഇങ്ങനെ ഇവർ പറയുന്ന പോലെയൊന്നും അല്ല എന്ന് അങ്ങനെ ഒരു വിചാരമുണ്ടായിരുന്നു. ഭാഷ എന്ന് പറയുന്നത് ശരിയാം വിധം ഉപയോഗിക്കേണ്ടതാണ്, അങ്ങനെയൊക്കെയുള്ള ഭാഷ. ശുദ്ധമായ മലയാളം മാത്രമാണ് ഭാഷ, മറ്റുള്ളതൊക്കെ
വർജിക്കപ്പെടേണ്ടതാണെന്നുള്ള അങ്ങനെ ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ എനിക്കുണ്ടായിരുന്നു. 19ാമത്തെ വയസ്സിൽ ഞാൻ പൂർണ്ണമായി വായന നിർത്തി എന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അത് പൊളിയാൻ തുടങ്ങി. ഒരു 23-24 വയസ്സ് വരേക്കുള്ള ഒരു കാലം എന്റെ അന്വേഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു വല്ലാത്ത ഫ്രെയിമിങ്ങിന്റെ ഒരു കാലമായിരുന്നു. അതിനുശേഷം ആണ് തനിച്ച് പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, വർഷങ്ങൾ അങ്ങനെ തനിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒളിമ്പസിന്റെ ആ ഒരു സ്വാധീനം എന്നിലേക്ക് വന്നത്. അങ്ങനെ പറഞ്ഞു പോയ കാലത്ത് എന്നെ കാണാൻ വന്ന ചില ആളുകൾ, അതിൽ ഡോക്ടർ രാമകൃഷ്ണൻ, ഇന്ത്യൻ ഫിലോസഫിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ രാമകൃഷ്ണനാണ് ഒരു ദിവസം വന്ന് ചോദിച്ചത്. നമ്മുടെ കമ്മ്യൂണിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ച് ഇവിടെ വരികയാണ് ചെയ്തത്. 98-99 കാലഘട്ടത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് അന്ന് കാണാനായിട്ട് വന്നത്. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന നാട്ടുകാരെ പഠിപ്പിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ പേരെന്താ എന്ന് ചോദിച്ചു. ഒളിമ്പസ് എന്ന് പറഞ്ഞു. അതല്ല, ഇത് സയൻസ് ആണോ എന്ന് ചോദിച്ചു. സയൻസ് അല്ല, സയൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ആത്മീയതയാണോ? അപ്പൊ ആത്മീയതയല്ല, ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് വിളിക്കുക, ഇതിനെ എന്ത് കാറ്റഗറിയിലാണ് പെടുത്തുക എന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല, ഉത്തരം അറിയില്ല. അപ്പൊ അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം എടുത്ത് കയ്യിൽ തന്നു. പുസ്തകത്തിന്റെ പേര് ഇക്കോസഫി എന്നായിരുന്നു. അപ്പൊ ഇക്കോസഫി എന്നുള്ള പുസ്തകം കണ്ടപ്പോ ഞാൻ വെറുതെ കൗതുകത്തോടെ നോക്കി. അദ്ദേഹം പുസ്തകം എന്നെ തിരിച്ചു വാങ്ങിച്ച ശേഷം അദ്ദേഹം അത് തുറന്നിട്ട് അതിന്റെ ആ ഓഥറുടെ പേരിന്റെ താഴെ അദ്ദേഹം സിഗ്നേച്ചർ ഇട്ടിട്ട് എനിക്ക് തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഡോക്ടർ രാമകൃഷ്ണനാണെന്നും അദ്ദേഹം ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നും അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയതെന്നും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഇക്കോസഫി എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതാണെന്നും. അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ട് ഹേമയുടെ കൈ കൊടുത്തു. അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്നതാണ്. നോക്കി പറയാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്റെ കൂടെയുള്ളവര് അത് അത്തരം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കും. നോക്കിയിട്ട് അതിന്റെ കോണ്ടന്റിന്റെ കോർ ചിലപ്പോൾ പറയും. അതായത് നമ്മൾ പറയുന്ന വിഷയത്തിന്റെ പേര് ഇക്കോസഫി എന്നുള്ള വർഗത്തിൽപ്പെടുന്നതാണ്. അതില് ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഡീപ്പ് ഇക്കോളജി എന്നുള്ള ആശയത്തെ ആധാരമാക്കിയുള്ളതാണെന്നാണ് ആ പുസ്തകത്തിൽ കാണുന്നത്. അപ്പോ ഞാൻ പറയുന്ന കാര്യം ഡീപ്പ് ഇക്കോളജി ആണെന്നുള്ളത് അതിൽ നിന്നും വന്നു. അതുപോലെ ഞാൻ പ്രപഞ്ചത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ നമ്മുടെ പ്ലീനങ്ങളിലും ഒക്കെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവിടെ വന്നിരുന്ന ഒരു ഡോക്ടർ പോൾ ആണ് പറഞ്ഞത്, നിങ്ങൾ സിസ്റ്റമിക് തിങ്കിങ്ങിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്? ഫ്രിദ്രോഫ് കാപ്രയുടെ സിസ്റ്റമിക് തിങ്കിങ്ങിനെ കുറിച്ചല്ലേ പറയുന്നത്? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. ഉടനെ തന്നെ പുസ്തകത്തിന്റെ പേര് നോട്ട് ചെയ്യാൻ പറഞ്ഞു. പരിപാടി കഴിഞ്ഞ പ്ലീനം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി. ഞാൻ അന്ന് രാത്രി ഇവിടുന്ന് യാദൃശ്യമായിട്ട് എനിക്ക് ചെന്നൈക്ക് പോകേണ്ടി വന്നു. ചെന്നൈയിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് വെളിയിലെങ്കിലും പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഫുട്പാത്തിൽ കൂടെ ബുക്കുകൾ അടുക്കി വയ്ക്കുന്ന ഫുട്പാത്തിൽ കൂടെ ഒന്ന് നടക്കുകയാണ് ചെയ്തത്. സിസ്റ്റംസ് ലോ എന്ന് പറയുന്ന ഫ്രിദ്രോഫ് കാപ്രയുടെ പുസ്തകം അവിടെ എനിക്കായിട്ട് കാത്തിരിക്കുന്നു. അത് വാങ്ങിച്ചു കൊണ്ടുവന്നു, ഹേമയുടെ കൊടുത്തു. അങ്ങനെയാണ് സിസ്റ്റംസ് ലോ എന്നുള്ള സംഭവം ആണ് നമ്മൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രലോകത്ത് എന്താണ് അതിനെ വിശദീകരിക്കുന്നത് എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു തരും. ഇപ്പോ ആ പടി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ വർഗീസേട്ടനാണ്. നമ്മൾ രാവിലെ ഇപ്പോ നമ്മുടെ സുഭാഷിതം അവതരിപ്പിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ പറയുന്ന കാര്യം ഇന്ന ഭാഗത്ത് ഇന്നടത്ത് പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ അത് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് അദ്ദേഹം അത് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഞാൻ ഇതൊന്നും പഠിച്ചുണ്ടാക്കുന്നതല്ല. ശാസ്ത്രത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയും. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറയുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് മുഖ്യധാരാ ശാസ്ത്രം അല്ലല്ലോ. ഇപ്പോ സിസ്റ്റമിക് തിങ്കിങ് മുഖ്യധാരയിൽ എല്ലാവരും പഠിക്കേണ്ടുന്ന ഒരു വിഷയം, പക്ഷെ ആരും അത് പഠിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ്, നുണയാണ് എന്ന കാര്യം ബോധ്യമാവും. അതുകൊണ്ട് അത് വെളിപ്പെടില്ല. അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡീപ്പ് ഇക്കോളജി, ധാർമ്മികതയ്ക്ക് യാതൊരു സ്വാധീനമില്ലാത്ത ശാസ്ത്രലോകത്ത് ഡീപ്പ് ഇക്കോളജി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുക പോലുമില്ല. ഇത് പല യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട്, തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു വിഷയം മാത്രമായിട്ട് അവശേഷിക്കുന്നു. അപ്പൊ ഈ വിധത്തിൽ അത്തരം സിദ്ധാന്തങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോ എന്റെ പഠനത്തില് എന്ന് പറയാൻ ഞാൻ പഠിക്കുന്നില്ല. എനിക്ക് അനുഭവിക്കുന്നു, എനിക്ക് വെളിപ്പെടുന്നു, ഞാനത് പറയുന്നു. എന്റെ ഉള്ളിൽ കിട്ടുന്നത് ചില ടേമുകളാണ്. ആ ടേമുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളെപ്പോലെ, ആഷിഖിനെ പോലെ, രാജേന്ദ്രേട്ടനെ പോലെ, വർഗീസേട്ടനെ പോലെ ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു തരും. ഞാൻ പറയുന്ന സബ്ജക്ട് ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അടുത്ത ദിവസം മുതൽ ഞാൻ പറയും ഇത് ഡീപ്പ് ഇക്കോളജിയാണ് എന്ന് പറയും. കാരണം എന്താ, ലോകത്തിനറിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. അക്കോർഡിംഗ് ടു സിസ്റ്റംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ശ്രദ്ധിക്കും.
ഞാൻ പറയുന്ന ഒരു വ്യവസ്ഥകളുടെ ഒരു സങ്കീർണ ബഹുക്രമ ക്രമീകരണം അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല. സിസ്റ്റം സ്ലോ അനുസരിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായി. അപ്പോ പെട്ടെന്ന് പറയാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഞാനതൊന്നും അവയിൽ നിന്നും പഠിച്ചതല്ല, പഠിച്ചുണ്ടാക്കുന്നതുമല്ല. എന്റെ വിശ്വാസങ്ങളെ വിട്ടിട്ടെങ്കിലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. എന്റെ വിശ്വാസങ്ങൾ എന്നുള്ളതല്ല, എനിക്ക് അറിയേണ്ടിയിരുന്നത് എന്താണ് സത്യം എന്നുള്ളതായിരുന്നു. അതിലേക്കുള്ള എന്റെ യാത്രയാണ്. അതിനുവേണ്ടി ഞാൻ ഒന്നിനെ പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ വ്യവസ്ഥാപിത രൂപത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ എവിടെന്നെങ്കിലും എനിക്ക് സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാലാകാലങ്ങളിൽ പൊളിച്ചു കളയാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്നത് ഇങ്ങനൊരു സംവിധാനത്തിലാണ്. പിന്നെ ഉറപ്പായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് എന്റെ ബാല്യത്തിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങളുടെയാണ്. അത് ഒന്ന് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റാണ്. ധനികനാകില്ല എന്നുള്ള ചില തീരുമാനങ്ങളാണ്. എന്റെ സുഹൃത്തുക്കളായിട്ട് ചില ആളുകളുടെ ജീവിതം കണ്ടിട്ട് എന്റെ ജീവിതം അതുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ധനത്വ ജീവിതത്തെ ഉപേക്ഷിച്ചതൊക്കെ. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പാരഡൈമുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് തിരുത്താൻ ഞാനൊട്ട് തയ്യാറുമല്ല. കാരണം അത് പണ്ടെടുത്ത ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ വന്നിട്ടുള്ള വിശ്വാസങ്ങളെ ശരിതെറ്റുകൾ എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അത് വിശ്വാസമാക്കി എടുക്കുന്നത്. അത് അനുഭവത്തിന്റെ അനുഭൂതിയുടെ സഹജാവബോധവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുടെ ഒരു തലത്തിലാണ് ഞാൻ അതിനെ എടുക്കുന്നത്. വെളിയിൽ നിന്നുള്ളത് എന്നെ വല്ലാണ്ട് സ്വാധീനിക്കാറില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആഷിഖ്, ഇതാണ് എന്റെ ഉത്തരം. എന്നെ കൊണ്ടത് ചോദിപ്പിച്ച എന്താ കാരണം എന്ന് വെച്ചാല്, ഞാൻ വന്ന വഴി, ഞാൻ ആദ്യം ഒരു പള്ളിയിൽ പഠിച്ചപ്പോ അവിടുന്ന് അറബിയൊന്നും മനസ്സിലാവണില്ല, അതൊന്നും മെമ്മറിയിൽ കയറണമില്ല, ഇതെന്താ പറയുന്നതെന്നൊന്നും. പിന്നെ എനിക്ക് തോന്നി അവരെ ബുദ്ധിമുട്ടിക്കുക, എന്റെ ഒരു ഗ്യാപ്പ് അവിടെ മറ്റാരുടെ അറിവ് അവർക്ക് കിട്ടേണ്ട ആ സ്ഥാനം ഞാൻ വെറുതെ അവിടെ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്. ഇറങ്ങി പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്റെ ഭാഷയ്ക്ക് പോയിട്ട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഡിഗ്രി കയറി. ഈ ലിറ്ററേച്ചർ ഇംഗ്ലീഷിൽ പഠിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവിടെ പോയിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ വിദ്യാർത്ഥി സംഘടനയിലൊപ്പം കൂടി ഇലക്ഷന് നിൽക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന. പക്ഷെ അവിടെ ഒരു എന്താ പറയാ വൈരുദ്ധ്യാത്മിക ഭൗതിക പറഞ്ഞ ആശയം എന്നെ സ്വാധീനിക്കുകയല്ല ചെയ്തത്. അതിനൊക്കെ നിന്ന് പുറത്തറിയപ്പെടുന്ന സ്വഭാവത്തിന് മാറി. കാരണം ദാരിദ്ര്യത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയാണ് ഒരു മെമ്മറിയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രം. അതിന്നാണ് ഞാൻ വീണ്ടും താഴേക്ക് വന്ന് ശോഭേന്ദ്രൻ മാഷിന്റെ ഗ്രീൻ കമ്മ്യൂണിറ്റി വഴി പരിസ്ഥിതിയെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഈ നെന്മാറയുള്ള അവിടെ കൂടെ പോയി സാധനയിൽ ഇരിക്കാൻ തുടങ്ങിയതും പഠിക്കാൻ തുടങ്ങിയൊക്കെ. പിന്നെ ഞാനത് കോളേജിൽ നിന്ന് അറിയാൻ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോ സന്തോഷത്തിന്റെ ഈ DP കോളേജുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനൽ കിട്ടുന്നത്. അതിന് നമ്പർ തെരഞ്ഞു പിടിച്ചിട്ടാണ് പിന്നെ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ഈ സൂമിലും ക്യാമിലും ഒക്കെ വന്ന് കയറിയിരിക്കുന്നത്. ആ വഴി ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ വഴി എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ, സന്തോഷത്തിനെ കുറിച്ച് ചോദിക്കാനുള്ള കുറെ ഞാൻ ദിവസങ്ങളോളം ആലോചിക്കേണ്ടത് ഈ ചോദ്യം ചോദിക്കണോ വേണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ എന്തായാലും ചോദിക്കണം. കഴിഞ്ഞ് വീട്ടിൽ ഓക്കെ. ആഷിഖ്, പിന്നെ പ്രകൃതിയുടെ സമഗ്ര ഘടനയെ കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വെവ്വേറെ അല്ല. ആഷിഖിന്റെ അന്വേഷണവും എന്റെ അന്വേഷണവും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ജോലികളുടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഇത്ര ആളുകളുടെ നിയോഗങ്ങളും എല്ലാം കൃത്യമായിട്ട് പരസ്പര ബന്ധിതങ്ങളാണ് എന്ന് മനസ്സിലാവും. അപ്പൊ കാലിലൊരു മുള്ളു കുത്തുന്ന സമയത്ത് കണ്ണ് തലയൊന്ന് മുകളിലേക്ക് പോയി കണ്ണ് അയ്യോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമല്ലോ. നമുക്ക് ചില കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ മുടി രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പരസ്പര ബന്ധിതങ്ങളായി നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഭൂമി എന്ന ശരീരത്തിന്റെ വിവിധ രോമങ്ങളോ വിവിധ കോശങ്ങളോ ആണ് നമ്മൾ ഓരോരുത്തരും. ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ പരസ്പര ബന്ധത്തിൽ നിന്ന് നമ്മൾ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ തമ്മിൽ കണ്ടുമുട്ടിയതും സംസാരിക്കുന്നതും ഒക്കെ. ഇവിടെ ഇപ്പൊ ഗീതവും രാജിയും സജിയും പ്രദീപും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു കണക്ഷന്റെ ഭാഗമായിട്ടാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് തോന്നും ഞാൻ ഇപ്പൊ ഇന്ന് എനിക്ക് ഇത്തിരി ഒഴിവ് കിട്ടി അതുകൊണ്ട് ഇന്ന് വന്നേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ ബന്ധത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അപ്പോ അത് അങ്ങനെ കാണാനാണ് ശ്രമിക്കേണ്ടത് ആഷിഖ്, അല്ല അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആഷിഖ്. ഓക്കെ, ഞാനും വിചാരിക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്തിപ്പാടാണ് ശരിക്കും വിധി അല്ലെങ്കിൽ പ്രകൃതി ഈ
അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കപ്പെട്ടതെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ആ കണക്ഷൻ അങ്ങനെയാണ് വഴിക്ക് പോരുന്നത്. അത് ഇതിന്റെ ഏത് അവസ്ഥയിൽ എത്തിക്കണമെന്നോ നമുക്കറിയില്ലല്ലോ. അതെ അതെ അത് ഇതൊക്കെ നിയോഗം എന്ന് പറയും. അതെങ്ങനെ സംഭവിക്കൂ, അതിനും ഒരു അളവുണ്ട്. സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്നത് അറിയാലോ, വളർച്ചാ പരിധി എന്ന് പറയുന്നത്. അതിനനുസരിച്ച് മാത്രമേ സംഭവിക്കുള്ളൂ. അതൊക്കെ കൃത്യമായ ക്രമങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ, എന്തായാലും ഒരു പ്രത്യക്ഷമായ ഒരു ചോദ്യം അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടാക്കി ഈ ചോദ്യം. ആഷിഖ് അതിന് നന്ദി പറയും.